നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സഹായസ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ചാരവശാൽ നിൽക്കുന്ന ഇത്തിരി വ്യാഴപ്പഴമുള്ളൊരു സമയമാണ്. എങ്കിലും രണ്ടാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നാലാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അത് ശത്രുസ്ഥാനാധിപതിയായിരിക്കുന്ന ബുധനോട് യോഗം ചെയ്തിട്ടാണ്. അഞ്ചാം ഭാവത്തിൽ ചൊവ്വ ഘടകാരകനായിരിക്കുന്ന കേതുവിനോട് ചേർന്ന് നിൽക്കുന്നു. ബാധാസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. അതുപോലെ 12ലാണ് ശനി. 7 ശനിയുടെ ദോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളൊരു മാസമായിട്ട് പറഞ്ഞുകൂടാ. കാരണം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ലഗ്നാധിപതി 5ാം ഭാവത്തിൽ കേതുവിനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ രാഹുകേതുക്കളുടെ ഒരു ബന്ധനാവസ്ഥയുള്ളത് കാരണം കൊണ്ട് മാനസികമായിട്ട് കണ്ടമാനം ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹായ സ്ഥാനാധിപതി ശത്രുസ്ഥാനാധിപതിയായിട്ട് 5ാം ഭാവാധിപതിയോട് ചേർന്ന് 4ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കുടുംബത്തിൽ തന്നെ പരസ്പരം സഹകരിക്കേണ്ട സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് അപ്രിയമായ സംസാരം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വീട് വിട്ട് നിൽക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് മനസമാധാനക്കുറവൊക്കെ അനുഭവപ്പെടാനുള്ളൊരു യോഗമാണ് ഈ സമയത്ത് കാണുന്നത്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കും. രണവാൻ എന്ന് പറയുന്നൊരു യോഗമുള്ളത് കാരണം കൊണ്ട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനസികമായിട്ട് സ്വസ്ഥത കുറയാനും സാധ്യതയുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഏഴരശനി തുടങ്ങിയിട്ടുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം ചെയ്യണം. അതുപോലെ തന്നെ ബാധാസ്ഥാനത്ത് നിൽക്കുന്ന രാഹു നമ്മളിലേക്ക് വരേണ്ട ഗുണങ്ങളെ നഷ്ടപ്പെടുത്തുന്ന അതിനുള്ള സാധ്യതയുള്ളത് കണ്ട് നാഗപൂജ മുടങ്ങാതെ ചെയ്യാനും ശ്രദ്ധിക്കണം. എന്നാലും 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ നിവൃത്തി സ്ഥാനാധിപതിയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാനും സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ വരുമാനം ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെ ഉണ്ട്. പക്ഷേ കർമാധിപതി 12ലായത് കാരണം ചെയ്യുന്ന തൊഴിലിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ട അവസ്ഥ കാര്യങ്ങൾ വരിക, തൊഴിലിൽ വരുമാനത്തിൽ ചെറിയ കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. പക്ഷേ നല്ല സഹായങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഭാഗ്യാധിപതി സഹായ സ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ ഭാഗത്തുനിന്ന്, സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്ന്, സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ നല്ല സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അങ്ങനെയാണെങ്കിലും മക്കളെ പ്രതി മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടാനും അതുപോലെ തന്നെ അവനവന് തന്നെ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാനും സാധ്യതയുള്ളത് കണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചനയൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയും. എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വർദ്ധിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. തൊഴിലില്ലാത്തവർക്ക് വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തൊക്കെ തൊഴിൽ കിട്ടുക, അല്ലെങ്കിൽ വീട് വിട്ട് അന്യദേശത്ത് തൊഴിൽ കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കപ്പെടാനായിട്ട് യോഗമുണ്ട്. എന്തായാലും ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യ എടുത്തിയാട്ടം പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. 5ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. ആവശ്യമില്ലാതെ മാനസികമായിട്ടുള്ള പിരിമുറുക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതൊക്കെ സ്വയം നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയും നല്ല പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടാൽ ഈ മാസത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ അശ്വതി നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.